അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് പോപ്പുലേഷൻ പറഞ്ഞില്ലേ, അതിൻ്റെ 4 മെത്തേഡ്സ് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ് ഓഫ് ഫെർട്ടിലിറ്റി ആണ്. ഫെർട്ടിലിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു മെഷർമെൻറ്റ് ഓഫ് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റി മെഷർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടാണ്, അതിൻ്റെ മെഷർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. So to study the growth of the population of a given geographic area in a given period of time, we have to take into consideration the number of live births that occur. അപ്പോൾ ഒരു ജോഗ്രഫിക് ഏരിയയിലെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക പീരീഡിലെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് we have to take into consideration the number of live births that occur. നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്, ആ ഏരിയയിൽ എത്ര ലൈവ് ബേർഡ്സ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇറ്റ് ഈസ് അസേർട്ടൺ ഫ്രം ദ ഡാറ്റ കളക്റ്റഡ് ബൈ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്. അപ്പോൾ ഇത് ഏത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ചെയ്യാം? ഡാറ്റ കളക്റ്റഡ് ബൈ ദി രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്. ബർത്ത് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ ബർത്ത് രജിസ്ട്രേഷനിലൂടെ കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര ഫെർട്ടിലിറ്റി റേറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And it is measured as the frequency of births in a population. ഇപ്പോൾ പോപ്പുലേഷനിലെ ബർത്തിൻ്റെ ഫ്രീക്വൻസി എന്ന സ്പീഡ് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫെർട്ടിലിറ്റി മെഷർ ചെയ്യാം. ടു കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓർ സ്പീഡ് ബൈ വിച്ച് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ എത്ര സ്പീഡിലാണോ, എത്ര ഫ്രീക്വൻസിയിലാണോ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് സം ഫെർട്ടിലിറ്റി റേറ്റ്സ്. നമ്മൾ ചില ഫെർട്ടിലിറ്റി റേറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. സോ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫെർട്ടിലിറ്റി റേറ്റ്സ് ആർ, ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി റേറ്റ്സ് ഏതൊക്കെയാണ്? ക്രൂഡ് ബർത്ത് റേറ്റ്, then second one is general fertility rate, third one is specific fertility rate, fourth is gross reproduction rate, fifth is net reproduction rate. Then one by one ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫെർട്ടിലിറ്റി റേറ്റ് ഏതാണ്? ക്രൂഡ് ബർത്ത് റേറ്റ്. എന്താണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ ഗിവൺ ലൊക്കാലിറ്റി ഡ്യൂറിങ് എ ഗിവൺ ഇയർ ബൈ ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി ലൊക്കാലിറ്റി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഇയർ ആൻഡ് മൾട്ടിപ്ലൈങ് ദ കോഷ്യന്റ് വിത്ത് 1000. എന്താണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ? അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, എങ്ങനെയാണ്? ബൈ ഡിവൈഡിങ് ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ എ ഗിവൺ ലൊക്കാലിറ്റി ഡ്യൂറിങ് എ ഗിവൺ ഇയർ. ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ഇയറിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സ് ഉണ്ട് എന്ന് നോക്കുക. അതിനെ ഡിവൈഡ് ചെയ്യണം. ഏതുകൊണ്ട്? ഡിവൈഡ് ബൈ ദി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി ലൊക്കാലിറ്റി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഇയർ. അതായത് ഒരു വർഷത്തിന് മിഡ് പോയിന്റിലെത്തിയാൽ ആ സമയത്തുള്ള പോപ്പുലേഷനും അതേപോലെ ഒരു ഗിവൺ ഇയറിൽ ആ ലൊക്കാലിറ്റിയിലെ ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ക്രൂഡ് ബർത്ത് റേറ്റ്. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെ എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണം. സോ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ്? ക്രൂഡ് ബർത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സ് ഒക്കറിങ് ഇൻ ദ ഇയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ഇയർ മൾട്ടിപ്ലൈഡ് വിത്ത് 1000. ഓക്കെ. അപ്പോൾ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗിവൺ ഇയറിൽ എത്ര നമ്പർ ഓഫ് ബർത്ത് ഉണ്ട് എന്ന് നോക്കുക. അതിനെ ഡിവൈഡ് ചെയ്യണം ഏതുമായിട്ട്? ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി ലൊക്കാലിറ്റി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ഇയർ. അതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യയെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ക്രൂഡ് ബർത്ത് റേറ്റ് കിട്ടുന്നത്. So the crude birth rate indicates the percentage by which a population increases through birth. ഇപ്പോൾ ക്രൂഡ് ബർത്ത് റേറ്റ് കാണിക്കുന്നത് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പെർസെൻറ്റേജ് ബൈ വിച്ച് എ പോപ്പുലേഷൻ ഇൻക്രീസസ് ത്രൂ ബർത്ത്. ബർത്തിലൂടെ എത്ര പെർസെൻറ്റേജ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പെർസെൻറ്റേജ് ബൈ വിച്ച് എ പോപ്പുലേഷൻ ഇൻക്രീസസ് ത്രൂ ബർത്ത്. ബർത്തിലൂടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഏതിലൂടെ കാണിക്കുന്നത്? ക്രൂഡ് ബർത്ത് റേറ്റിലൂടെ കാണിക്കുന്നത്. ദിസ് റേറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ സെക്സ് ഓർ ഏജ് കോമ്പോസിഷൻ ഓഫ് ദി പോപ്പുലേഷൻ ആൻഡ് therefore it is not useful in comparing the fertility patterns of two or more localities. ഈ റേറ്റിൽ മൊത്തം പോപ്പുലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്, മൊത്തം ബർത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ സെക്സ് ഓർ ഏജ് കോമ്പോസിഷൻ ഇതിൽ കാണിക്കുന്നില്ല. സോ ദിസ് റേറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ സെക്സ് ഓർ ഏജ് കോമ്പോസിഷൻ ഓഫ് ദി പോപ്പുലേഷൻ ആൻഡ് therefore it is not useful in comparing the fertility patterns of two or more localities. ഇപ്പോൾ രണ്ടോ അതിലധികമോ പ്രദേശങ്ങൾ, ലൊക്കാലിറ്റീസ് കമ്പയർ ചെയ്യാൻ, അവരുടെ ഫെർട്ടിലിറ്റി പാറ്റേൺസ് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൂഡ് ബർത്ത് റേറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്താണ് റീസൺ? എന്തുകൊണ്ടാണ്? ദ സെക്സ് ഓർ ഏജ് കോമ്പോസിഷൻ, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ സെക്സ് ഓർ ഏജ് കോമ്പിനേഷൻ. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. എന്താണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ? The crude birth rate does not take into account the sex ratio of the population. അപ്പോൾ ഒരു പോപ്പുലേഷനിൽ എത്ര സെക്സ്, ഫീമെയിൽ, മെയിൽ എന്നുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ സെക്സ് റേഷ്യോ ക്രൂഡ് ബർത്ത് റേറ്റിൽ പറയുന്നില്ല. So the total number of live births of a given population depends upon the proportion of women in the childbearing age. ഇപ്പോൾ ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ എത്ര ലൈവ് ബർത്ത് ഉണ്ട് എന്നത് ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രൊപ്പോർഷൻ ഓഫ് വുമൺ ഇൻ ദി ചൈൽഡ് ബിയറിംഗ് ഏജ്. ചൈൽഡ് ബിയറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു കാലയളവ് ഉണ്ടാവുമല്ലോ, ഇത്ര ഏജ് മുതൽ ഇത്ര ഏജ് വരെ ചൈൽഡ് ബിയറിംഗ് ഏജ് ആണെന്ന് പറയും. ആ ഒരു സമയം ഉള്ള ചൈൽഡ് ബിയറിംഗ് ഏജിൽ എത്ര വുമൺ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബേഴ്സ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഒരു സ്ത്രീക്ക് ക്യാരി ചെയ്യാൻ കഴിയുന്ന സമയമുള്ള ആ ഒരു ഏജ് പീരീഡ് ഉണ്ടാവുമല്ലോ, ആ ഏജ് പീരീഡിൽ എത്ര വുമൺ ഉണ്ടോ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബേഴ്സ് പറയുന്നത്. To study the patterns of growth, it is necessary to take this factor into consideration. ഇപ്പോൾ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ we must consider the childbearing age group of women. So general fertility rate is calculated by dividing the number of live births by the number of women in the childbearing age and multiplying the quotient obtained with 1000. അപ്പോൾ എങ്ങനെയാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് അല്ലേ. നമ്പർ ഓഫ് ലൈവ് ബേഴ്സ് ബൈ ദി നമ്പർ ഓഫ് വുമൺ ഇൻ ദി ചൈൽഡ് ബിയറിംഗ് ഏജ്. അപ്പോൾ നമ്പർ ഓഫ് ലൈവ് ബേഴ്സ് അതിനെ ഡിവൈഡ് ചെയ്യണം ഏതുമായിട്ട്? ടോട്ടൽ നമ്പർ ഓഫ് വുമൺ ഇൻ ദി ചൈൽഡ് ബിയറിംഗ് ഏജ്. അപ്പോൾ അങ്ങനെ ഒരു കോഷ്യൻ്റ് കിട്ടും. ആ കോഷ്യൻറ്റിനെ യു മസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് 1000. അപ്പോൾ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്പർ ഓഫ് ലൈവ് ബേഴ്സ് ഡിവൈഡഡ് ബൈ ചൈൽഡ് ബിയറിംഗ് ഏജിലുള്ള എത്ര വുമൺ ഉണ്ട് എന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കിട്ടിയിരിക്കുന്ന കോഷ്യൻ്റ് എന്ത് ചെയ്യണം? 1000 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ അല്ലേ. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ലൈവ് ബേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻ ദ ചൈൽഡ് ബിയറിംഗ് ഏജ്, അതായത് 15 to 45. അപ്പോൾ 15 മുതൽ 45 വരെയാണല്ലേ ഒരു സ്ത്രീക്ക് ചൈൽഡ് ബിയറിംഗ് ഏജ് എന്ന് പറയാൻ പറ്റുക. സോ ഈ കിട്ടിയിട്ടുള്ള കോഷ്യൻറ്റിനെ 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് കിട്ടുന്നത്. So general fertility rate indicates the ratio of the number of children born to 1000 women of childbearing age. ഇതിനെ മറ്റൊരു രീതിയിലും കൂടി പറയാം അല്ലേ. എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ ടു 1000 വുമൺ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ്. എത്ര കുട്ടികൾ ജനിച്ചു ഡിവൈഡഡ് ബൈ 1000 വുമൺ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ്. ഓക്കെ.
സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ആണ് മൂന്നാമത്തെ ഫെർട്ടിലിറ്റി റേറ്റ് ആയിട്ട് പറയുന്നത്. എന്താണ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഫീമെയിൽസിന് എത്ര കുട്ടികൾ ജനിക്കും എന്നുള്ളതാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. So general fertility rate indicates only the general trend of the fertility rate of women in the childbearing age. The childbearing age can be further splitted up into smaller groups and a separate fertility rate can be calculated for each of such smaller groups. ഇപ്പോൾ ചൈൽഡ് ബിയറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ 15 to 45. ഈ 15 to 45നെ പല സ്മോളർ ഗ്രൂപ്പ്സ് ആക്കിയിട്ടും സ്പ്ലിറ്റ് ചെയ്യുക, തിരിക്കുക. ഈ തിരിച്ചിട്ടുള്ള ഓരോ ഗ്രൂപ്പിലും സെപ്പറേറ്റ് ഫെർട്ടിലിറ്റി റേറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 15 to 45 ആണെങ്കിൽ 15 to 25 വരുന്ന ഒരു സ്മോൾ ഗ്രൂപ്പ് ആക്കാം, 25 to 35 ആക്കാം, 35 to 45 ആക്കാം. ഇതെല്ലാം ഒരു സ്മോളർ ഗ്രൂപ്പ് ആക്കില്ലേ. ഈ സ്മോളർ ഗ്രൂപ്പിൽ എത്ര വുമൺ ഉണ്ട്, ആ വുമൺ എത്ര കുട്ടികൾ ജനിക്കും എന്നുള്ളതാണ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. So in the equation, number of live births to females of a specified age group divided by total number of females on the specified age group into 1000. ഈ സ്പെസിഫൈഡ് ഏജ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സ് എത്രയാണ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ഓൺ ദി സ്പെസിഫൈഡ് ഏജ് ഗ്രൂപ്പ്. സ്പെസിഫൈഡ് ഏജ് ഗ്രൂപ്പിൽ എത്ര ഫീമെയിൽസ് ഉണ്ട് എന്നുള്ളത് കിട്ടുന്ന കോഷ്യന്റിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. അപ്പോൾ ഗ്രോസ് ഫെർട്ടിലിറ്റി റേറ്റിൽ സെക്സ് കോമ്പോസിഷൻ പറയുന്നില്ല അല്ലേ, ഏത് കുട്ടികളാണ് ജനിച്ചത്, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ള സെക്സ് കോമ്പോസിഷൻ ഇവിടെ പറയുന്നില്ല, ഗ്രോസ് ഫെർട്ടിലിറ്റി റേറ്റിൽ പറയുന്നില്ല. സോ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ഫീമെയിൽ ബേബീസ് ബോൺ സിൻസ് ചിൽഡ്രൻ ആർ ബോൺ ഓൺലി ബൈ വുമൺ. ഇപ്പോൾ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ശരിക്കും ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, എത്ര പെൺകുട്ടികൾ ജനിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് ഫീമെയിൽ ബേബീസ് ബോൺ സിൻസ് ചിൽഡ്രൻ ആർ ബോൺ ഓൺലി ബൈ വുമൺ. So the gross reproduction rate indicates the number of female children expected to be born to 1000 newly born females on the assumptions that they will not die before their gross childbearing age. ഇപ്പോൾ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിൽ എന്താണ് പറയുന്നത്, 1000 ന്യൂലി ബോൺ ഫീമെയിൽസ് ഉണ്ടാവും അല്ലേ, 1000 പുതിയതായിട്ട് ജനിച്ച പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് ഭാവിയിൽ എത്ര ഫീമെയിൽ ചിൽഡ്രൻ ജനിക്കും എന്നുള്ളതിൻ്റെ കണക്കാണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. അപ്പോൾ ഈ ജനിച്ച കുട്ടികൾ ചൈൽഡ് ബിയറിംഗ് ഏജ് വരെ മരിക്കില്ല, ചൈൽഡ് ബിയറിംഗ് ഏജിൽ മരിക്കില്ല എന്നുള്ളൊരു അസംഷനിൽ ഇപ്പോൾ ജനിച്ചിട്ടുള്ള 1000 ഫീമെയിൽസിന് ഇനി ഭാവിയിൽ എത്ര ഫീമെയിൽ ബർത്ത് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. സോ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു, ഓർ ജനറൽ റീപ്രൊഡക്ഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫീമെയിൽ ടു 1000 ന്യൂലി ബോൺ ഫീമെയിൽസ് ഓൺ ദ ബേസിസ് ഓഫ് കറൻറ്റ് ഫെർട്ടിലിറ്റി ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ എത്ര പെൺകുട്ടികൾ ഇനി ജനിച്ചിട്ടുള്ള 1000 ന്യൂലി ബോൺ ഫീമെയിലിന് എത്ര പെൺകുട്ടികൾ ജനിക്കും ഡിവൈഡഡ് ബൈ 1000 ആണ് എന്ത് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് ആണ്. ഗ്രോസ് റീപ്രൊഡക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ജനിക്കുന്ന കുട്ടിയുടെ സെക്സിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത്. അവരുടെ മരണനിരക്ക് പറഞ്ഞിട്ടില്ല, ജനിക്കുന്ന കുട്ടികളുടെ മരണനിരക്ക് പറഞ്ഞിട്ടില്ല, മോർട്ടാലിറ്റി പറഞ്ഞിട്ടില്ല ഇവിടെ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിൽ. അപ്പോൾ ഈ പറയുന്ന മോർട്ടാലിറ്റി റേറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. അതായത് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് all the female children born may not live till they cross childbearing age. നമ്മൾ ചൈൽഡ് ബിയറിംഗ് ഏജ് പറഞ്ഞു അല്ലേ, ഏതാണ് 15 to 45. ഈ 15 to 45 വരെ ജനിക്കുന്ന എല്ലാ പെൺകുട്ടികളും ജീവിക്കണമെന്നില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, സം ഓഫ് ദം മേ ഡൈ ബിഫോർ ദേ റീച്ച് ദ ഏജ് ഓഫ് ഫെർട്ടിലിറ്റി. ചില പെൺകുട്ടികൾ 15 വയസ്സാവുന്നതിന് മുന്നേ തന്നെ മരിക്കും. ചില ആളുകൾ സം മോർ മേ ഡൈ ഡ്യൂറിങ് ദ ചൈൽഡ് ബിയറിംഗ് പീരീഡ്. ചില ആളുകൾ 15 to 45 വയസ്സിനുള്ളിൽ മരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ ജനിക്കുന്ന പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ജനിക്കുന്ന ചിൽഡ്രൻ്റെ മരണനിരക്ക് എവിടെ ഉൾക്കൊള്ളുന്നില്ല, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിൽ ഉൾക്കൊള്ളുന്നില്ല. അത് ഉൾക്കൊള്ളിക്കുന്ന ഒരു ഫെർട്ടിലിറ്റി റേറ്റ് ആണ് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്.
അപ്പോൾ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റിൻ്റെ ഇക്വേഷനും നമ്പർ ഓഫ് ഫീമെയിൽ ബർത്ത് ടു 1000 ന്യൂലി ബോൺ ഫീമെയിൽസ് ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ ഇപ്പോൾ എത്ര ഫെർട്ടിലിറ്റിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ഫീമെയിൽ റേറ്റ് പറയുമല്ലോ. ഈ 1000 ഫീമെയിൽസിന് എത്ര കുട്ടികൾ ജനിക്കും അത് ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ കിട്ടുന്ന ക്വോഷ്യൻ്റാണ് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്? മെഷർമെൻറ്റ് ഓഫ് ഫെർട്ടിലിറ്റിയിൽ വരുന്ന ക്രൂഡ് ബർത്ത് റേറ്റ്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്, സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്, അതുപോലെ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്.